അടൂർ പ്രകാശ് ഏതാണ്ട് 3 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പ്രതികരിക്കുമോ എന്നതാണ് അറിയേണ്ടത്. അദ്ദേഹം സംസാരിക്കും എന്നാണ് മനസ്സിലാകുന്നത്. പുറത്തുവെച്ച് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും UDF കൺവീനറെ SIT ചോദ്യം ചെയ്തിരിക്കുകയാണ്. ഏതാണ്ട് 3 മണിക്കൂർ നീളുന്ന ചോദ്യം ചെയ്യൽ പൂർത്തിയായി അടൂർ പ്രകാശ് പുറത്തേക്ക് വരികയാണ്. മാധ്യമങ്ങളോട് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം കാർ നിർത്തി പുറത്തിറങ്ങി സംസാരിക്കാം എന്ന് പറയുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അവിടുത്തെ ട്രാഫിക് ഒക്കെ ചൂണ്ടിക്കാട്ടി മറ്റൊരു സ്ഥലത്തേക്ക് മാറി നിന്ന് സംസാരിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് മനസ്സിലാകുന്നു. എന്തായാലും മാധ്യമങ്ങൾ അവിടെ തന്നെ തുടരുന്ന സാഹചര്യമുണ്ട്. 3 മണിക്കൂർ SIT എന്തൊക്കെ വിവരങ്ങൾ അടൂർ പ്രകാശിൽ നിന്ന് തേടി പോട്ടിയുമായി ഒപ്പം ഇരുത്തിയായിരുന്നു ഈ ചോദ്യം ചെയ്യൽ. അദ്ദേഹം സംസാരിക്കുന്നു, പുറത്തേക്ക് വരുന്നു, മാധ്യമങ്ങളോട് സംസാരിക്കും എന്ന് ഉറപ്പായിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തായിരുന്നു ചോദ്യം ചെയ്യൽ. 3 മണിക്കൂർ നേരം ആ ചോദ്യം ചെയ്യൽ തുടർന്നു. അടൂർ പ്രകാശ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ ചോദ്യം ചെയ്യലായിരുന്നു. ഞാന് ഇന്നലെ ഉപ്ലയിൽ നടന്ന മീറ്റിംഗിന് ശേഷം തിരുവനന്തപുരത്തേക്ക് വന്നതാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായിരുന്ന ശ്രീ M. മുരളിയുടെ നിര്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇന്നലെ തന്നെ ട്രെയിനിൽ കയറി ഇവിടെ എത്തിയത്. അപ്പൊ ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടെ SITയുടെ നേതൃത്വത്തിൽ ചില കാര്യങ്ങൾ അറിയാനുണ്ട് എന്ന് എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ രാവിലെ തന്നെ ഇവിടെ വന്നു. അവരുമായി സംസാരിച്ചു. ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായി ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി പറഞ്ഞതനുസരിച്ച് അവർ കാര്യങ്ങൾ ഇനിയും മുമ്പോട്ട് നീങ്ങും. അതിനപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യവും പറയാനില്ല. അത് ഞാനല്ല തീരുമാനിക്കേണ്ടത്. അത് തീരുമാനിക്കേണ്ടത് ാണ്. അവർക്ക് അവ്യക്തത ഉണ്ടോ എന്ന് ഞാൻ പറയുന്നത് ശരിയല്ല. പക്ഷേ അവർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ കൃത്യമായി മറുപടി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? താങ്കളോട് പറഞ്ഞിട്ടുണ്ടോ? തന്റെ ഈ ചാനലില് ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കണ്ട. ഞാൻ പറഞ്ഞ മറുപടി നിങ്ങൾ എല്ലാവരും കേൾക്കുക. എന്നോട് ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന മരമുറി ചാനലിന് ഒന്നും പറയാൻ വേണ്ടിയല്ല ഞാൻ പോറ്റിയുടെ കാര്യങ്ങളും മറ്റും കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും
അവരുമായി പങ്കുവച്ചിട്ടുണ്ട്. ആ പങ്കുവെച്ചതനുസരിച്ച് അവരെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോണിയാഗാന്ധിയെ കാണാൻ പോയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണത്തിൽ ചോദിച്ചായിരുന്നു. അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ചോദിച്ചതനുസരിച്ച് കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട്. ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ചോദിച്ചായിരുന്നു? അങ്ങനെ എന്നോട് സാമ്പത്തിക ഏർപ്പാടുമായിട്ട് ഒരു കാര്യം എന്നോട് ചോദിച്ചിട്ടില്ല. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. ഈ പോറ്റി എസ്റ്റേറ്റ് കൊടുത്ത മൊഴി എന്ന് പറയുന്നത് കർണാടകയിലെ തന്റെ ബന്ധം വഴിയാണ്. അതല്ലാതെ എനിക്കറിയില്ല. അത് നിങ്ങൾ അങ്ങനെ കണ്ടുപിടിച്ചു എങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ കണ്ടു ചോദിക്കുക. അദ്ദേഹം പുറത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം ഒരു മറുപടി ഇന്നിപ്പോ മൊഴിയെടുക്കാൻ വിളിച്ച അവസരത്തിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചോദ്യം ചെയ്യുന്നതിനെ വിളിച്ചിരുന്നു. ഒരുമിച്ചിരുത്തി അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നടന്നിട്ടില്ല. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി പറഞ്ഞതനുസരിച്ച് ഇനി അവർ തീരുമാനിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിക്കാനുണ്ടെങ്കിൽ അവിടെ പോയി മണ്ഡലത്തിലെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഏതാണ്ട് 3 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് അടൂർ പ്രകാശ് പുറത്തു വന്നത്. താൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടുണ്ട് എന്നതാണ് അടൂർ പ്രകാശ് പറഞ്ഞത്. എല്ലാ ചോദ്യങ്ങൾക്കും തനിക്ക് അറിയാവുന്ന ഉത്തരം നൽകി. തന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകി എന്നതാണ് അടൂർ പ്രകാശ് പറഞ്ഞത്. പോറ്റിയുമായി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തന്നോട് ചോദിച്ച കാര്യങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ മറുപടി നൽകിയിട്ടുണ്ട്. അത് തൃപ്തികരമാണോ അല്ലയോ എന്ന് പറയേണ്ടത് SIT ആണ്. അതൊക്കെ അവരോട് ചോദിക്കൂ എന്നതാണ് അടൂർ പ്രകാശ് പറയുന്നത്. തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ, തന്നോട് ചോദിച്ച കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ട് എന്നതാണ് അടൂർ പ്രകാശ് പറയുന്നത്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഏതാണ്ട് 3 മണിക്കൂറാണ് SIT അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഈ സമയം അവിടെ വിളിച്ചു വരുത്തിയിരുന്നു. പക്ഷേ ഒരുമിച്ചുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടായിട്ടില്ല എന്ന തരത്തിലാണ് അടൂർ പ്രകാശ് ഇപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വേണമെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് തന്നെ അക്കാര്യങ്ങൾ ചോദിക്കൂ എന്നാണ് ഇപ്പോൾ അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. സാരംഗ് അവിടെ നിന്ന് തുടരുന്നുണ്ട്. സാരംഗ്, ചോദിച്ച കാര്യങ്ങൾക്ക് മറുപടി നൽകി എന്നതിനപ്പുറം മറ്റൊന്നും പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. മാധ്യമങ്ങൾ പല ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്താണ് അടൂർ പ്രകാശിന്റെ മറുപടിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? കൃത്യമായിട്ടുള്ള ഒരു മറുപടി അദ്ദേഹത്തിൽ നിന്നും ലഭിച്ചില്ല എന്നത് തന്നെയാണ് വസ്തുത. കാരണം ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലാണോ, ഒപ്പം ഇലക്ഷനുമായി ബന്ധപ്പെട്ട്, അതായത് നിയമസഭാ ഇലക്ഷൻ വരുന്നതിന് തൊട്ട് മുൻപിൽ ചോദ്യം ചെയ്യൽ രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന ചോദ്യങ്ങൾക്കടക്കം അദ്ദേഹം മറുപടി പറഞ്ഞില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒപ്പം എഴുത്തിയല്ല ചോദ്യം ചെയ്തത് എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. മാത്രമല്ല ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകി, അതിനപ്പുറത്തേക്ക് തനിക്കൊന്നും അറിയില്ല എന്നത് മാത്രമാണ്. അതായത് വളരെ സംക്ഷിപ്തമായി മാത്രമുള്ള ഒരു മറുപടി മാത്രമാണ്. അദ്ദേഹത്തിന് ചോദ്യം ചെയ്യലിന്റെ കാര്യങ്ങളിലേക്കോ പിന്നെ അതിന് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നിർദ്ദേശം നൽകിയോ എന്നൊന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. എന്ത് തന്നെയായാലും 3 മണിക്കൂർ, അതായത് 10 മണി തൊട്ടോ ഏകദേശം 1:30 വരെ 3 മണിക്കൂറിലധികം ചോദ്യം ചെയ്യൽ നടപടികൾ നീണ്ടു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിന് അറസ്റ്റിലേക്കും മറ്റും കടന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുമോ എന്ന കാര്യത്തിലും ചോദ്യം നിലനിൽക്കുകയാണ്. രേണുക, തീർച്ചയായും എന്തായാലും 3 മണിക്കൂർ നേരം ചോദ്യം ചെയ്യലിന് ശേഷമാണ് അടൂർ പ്രകാശ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തെ ചൊടിപ്പിച്ച ചോദ്യം ഇനിയും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും SIT ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അല്പം ക്ഷുഭിതനായാണ് അടൂർ പ്രകാശ് പ്രതികരിച്ചത്. ആ മാധ്യമപ്രവർത്തകനോട് അല്പം ക്ഷുഭിതമായി പ്രതികരിക്കുന്നത് കണ്ടു. അതിനപ്പുറം ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകി എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണോ തുടങ്ങിയ ചോദ്യങ്ങളോട് യാതൊരു പ്രതികരണവും അദ്ദേഹം നടത്തിയിട്ടില്ല. നേരത്തെ KC വേണുഗോപാൽ ഉൾപ്പെടെ അത്തരം പരാമർശങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അദ്ദേഹം അതിന് മുതിർന്നില്ല എന്ന് വേണം കരുതാൻ. തന്നോട് ചോദിച്ച കാര്യങ്ങൾക്ക് മറുപടി നൽകിയിട്ടുണ്ട് എന്നതാണ് അടൂർ പ്രകാശ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്.
ഇനി എന്താണ് നീക്കം? താൻ നൽകിയ മറുപടിയിൽ തൃപ്തരാണോ? ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിക്കേണ്ടതും വ്യക്തമാക്കേണ്ടതും SIT ആണ് എന്ന് പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് തന്നെ ചോദിക്കൂ എന്ന മറുപടിയാണ് അടൂർ പ്രകാശ് നൽകിയിരിക്കുന്നത്. എന്തായാലും 3 മണിക്കൂറോളമാണ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് UDF കൺവീനറെ SIT ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. SITയുടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള നിർണായകമായിട്ടുള്ള നീക്കം. സാരംഗാണ് അവിടെ നിന്നുമുള്ള വിശദാംശങ്ങൾ നൽകിയത്.